കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവാണ്. STD3 ഇംഗ്ലീഷ് ആണല്ലേ നാളെ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് അവസാനഘട്ട പരിശീലനത്തിലേക്ക് പോയാലോ? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവസാനഘട്ട പരിശീലനത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി എന്തൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു? അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സൈഡിൽ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ള സാക്ഷി ഷെയർ ചെയ്തിട്ടുള്ളതോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ ഷെയർ ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം എഴുതാനുള്ളത് ഐ വുഡ് ലൈക്ക് ടു ഷെയർ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ? അതിൽ തന്നെയുണ്ട് ഐ എന്ന് കൊടുക്കുക. ഐ വുഡ് ലൈക്ക് ടു ഷെയർ, ഞാൻ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരുടെ കൂടെ സ്വീറ്റ്സ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സ്വീറ്റ്സ് മധുരം, മിഠായി. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരോടൊപ്പം. വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഐ വുഡ് ലൈക്ക് ടു ഷെയർ പെൻ ആൻഡ് പെൻസിൽ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ പേനയും പെൻസിലും എൻ്റെ കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്റ്റോറി ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. സ്റ്റോറി ബുക്സ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ കളർ പെൻസിൽസ് വിത്ത് മൈ ഫ്രണ്ട്സ്. കളർ പെൻസിൽസ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഷാർപ്നർ അല്ലെങ്കിൽ കട്ടർ ആൻഡ് എറേസർ വിത്ത് മൈ ഫ്രണ്ട്സ്. കട്ടറും എറേസറും, ഷാർപ്നറും എറേസറും എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഫുഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ആഹാരം, ഞാൻ കൊണ്ടുവരുന്ന ആഹാരം എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടേ? ഐ വുഡ് ലൈക്ക് ടു ഷെയർ. ലാസ്റ്റ് എന്താ? വിത്ത് മൈ ഫ്രണ്ട്സ്. അതിൽ എന്തൊക്കെയാണോ നിങ്ങൾ എഴുതാനുള്ളത്? സ്വീറ്റ്സ്, പെൻ ആൻഡ് പെൻസിൽ, സ്റ്റോറി ബുക്സ്, കളർ പെൻസിൽസ്, കട്ടർ ആൻഡ് എറേസർ, ഫുഡ്, വാട്ടർ. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ ഇഷ്ടമുണ്ടോ അതൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി എന്തൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു? ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് മോർ ലൈൻസ്. ഇവിടെ മൈ ഫ്രണ്ട് എന്നൊരു പോയമുണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? ഗാർഡനിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും അല്ലേ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക്. എൻ്റെ ഫ്രണ്ട് ഒരു പീകോക്കിന് എന്താണ്? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീക്ക്. എൻ്റെ ഫ്രണ്ട് പീകോക്കിന് ഇഷ്ടപ്പെടുന്നത് എന്താ? ഡാൻസിങ് ഇൻ ദ വുഡ്സ്. മരങ്ങൾക്കിടയിൽ ഡാൻസ് ചെയ്യുന്ന പീകോക്ക്. അപ്പോൾ ബട്ടർഫ്ലൈയുമായിട്ട് ബന്ധമുള്ളതാണ് എന്താ? ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിലാണ് നമ്മുടെ ബട്ടർഫ്ലൈകൾ. പീകോക്കോ ഡാൻസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇവിടെ നിന്നും വാക്കുകൾ ഉപയോഗിച്ച് ആഡ് മോർ ലൈൻസ്, കൂടുതൽ വരികൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ട്രീ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ട്രീ. എൻ്റെ ഫ്രണ്ട് എന്താണ്? ട്രീ ഇഷ്ടപ്പെടുന്നു. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ട്രീ. എൻ്റെ ഫ്രണ്ട് ട്രീയെ പോലെയാണ്. എന്താ ട്രീ? ഇതിലേതാ? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ ആണോ? വേയിങ് ഇൻ ദ വിൻഡ് ആണോ? ഷൈനിങ് ഇൻ ദ സ്കൈ ആണോ? ഫ്ലോട്ടിങ് ഓൺ ദ റിവർ ആണോ? ഏതാണ്?
മരങ്ങൾ എന്താ ചെയ്യുക? ആടുന്നില്ലേ? എവിടെയാ? കാറ്റത്ത് ആടത്തില്ലേ? അപ്പോൾ എന്തെഴുതാം? വെയിങ് ഇൻ ദ വിൻഡ്. ഓക്കെ, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. ഫ്ലവർ എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഫ്ലവറിൽ വിരിയുന്നത്. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ്. എന്തെഴുതാം? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ്. അപ്പോൾ ട്രീ എന്തുമായിട്ട് ബന്ധപ്പെട്ടു? വെയിങ് ഇൻ ദ വിൻഡ്. ഫ്ലവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടു? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ വാക്കുകൾ ഇതിൽ ഏതുമായി, അത് നിങ്ങൾ ഓർഡറിൽ എഴുതി പോകരുത്, ഇതിൽ ഏതുമായി ആണ് കണക്ഷൻ ഉള്ളത് അത് മാത്രമേ എടുത്തെഴുതാവൂ. ട്രീ എന്ത് ചെയ്യുന്നു? മരങ്ങൾ ആടുന്നു, കാറ്റത്താടുന്നു. അപ്പോൾ വേയിങ് ഇൻ ദ വിൻഡ് എഴുതാൻ പറ്റൂ. ഫ്ലവർ എന്ത് ചെയ്യും? പൂത്തോട്ടത്തിൽ വിരിയും. അപ്പോൾ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കൂട്ടിച്ചേർക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ബോട്ട്. ബോട്ട് ആണെങ്കിൽ എന്താ വരിക? ഷൈനിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് തിളങ്ങുമോ? ഇല്ല. ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. നദിയിൽ എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. ഓക്കെ, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. സ്റ്റാർ ആണെങ്കിൽ എന്താ? ഷൈനിങ് ഇൻ ദ സ്കൈ. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കി വേണം എടുത്ത് എഴുതുവാനായിട്ട്, ആഡ് മോർ ലൈൻസ് എഴുതുവാനായിട്ട്. മനസ്സിലായല്ലോ? ആഡ് മോർ ലൈൻസ് ചെയ്യാൻ മനസ്സിലായല്ലോ? യെസ്. ഇനി ബർത്ത്ഡേ കാർഡ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ കാർഡ് അയക്കാൻ വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ദാ എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, കേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ക്യാൻഡിൽസ് മെഴുകുതിരി വരയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റാർസ് വരയ്ക്കാം, നിങ്ങൾക്ക് എന്താണോ, ബലൂൺസ് വരയ്ക്കാം. വരച്ചിട്ട് എന്ത് ചെയ്യുക? ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുക കേട്ടോ. നല്ലതുപോലെ കളറും കൂടി ചെയ്യുക കേട്ടോ. നമ്മൾ ദാ ഒരു ബോർഡർ ലൈൻ കൊടുക്കണം, അറ്റത്ത് കൂടി ഉണ്ട്. ഒരു ബോർഡർ ലൈൻ കൊടുത്തു, അകത്തൊരു കളർ കൊടുത്തു, അതിനകത്ത് പിക്ചേഴ്സൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ മൈ ഫ്രണ്ട് എന്നൊക്കെ എഴുതി എന്ത് ചെയ്യാം? കൊടുക്കാം. ആർക്കാണ്? ടു ആർക്കാണ് എന്ന് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പേര് കൊടുക്കുക. ഓക്കെ, ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ അറിയാലോ? യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ എ പോസ്റ്റർ അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ്? പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോസ്റ്റർ തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കാം? ദാ നോക്കി, ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ വരയ്ക്കുക. ഇനി പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ബോട്ടിൽ പ്ലാസ്റ്റിക് അല്ലേ? ഒരു ബോട്ടിൽ വരച്ചിട്ട് അത് ഒരു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡു മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് കണ്ടോ ഇതുപോലെ വരയ്ക്കാം. ആ പ്ലാസ്റ്റിക് ബോട്ടിലിന് മുകളിൽ കൂടി വരയ്ക്കണം. എന്നിട്ട് എന്ത് എഴുതണം? സേ നോ ടു പ്ലാസ്റ്റിക്. സേ പറയൂ, നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നോ പറയൂ. സേ നോ ടു പ്ലാസ്റ്റിക്. എന്താ എഴുതുക? പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സേ നോ ടു പ്ലാസ്റ്റിക്. സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നോ പറയൂ. പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മനസ്സിലായല്ലോ? മൈ റെസിപ്പി. നിങ്ങളോട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പി എഴുതാൻ പറഞ്ഞാൽ, ഒരു റെസിപ്പി തരും, നൽകിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പി എഴുതാൻ പറഞ്ഞാൽ ടീച്ചർ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഒരു റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്നറിയാവോ? ഫ്രൂട്ട് സലാഡ്. എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക? ടേക്ക് സം ഫ്രൂട്ട്സ് ആൻഡ് വാഷ് ദം. ടേക്ക് സം ഫ്രൂട്ട്സ്, കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക, ആൻഡ് വാഷ് ദം, അത് കഴുകുക. ടേക്ക് സം ഫ്രൂട്ട്സ് ആൻഡ് വാഷ് ദം. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്, അതിനെ ചെറുതായി കട്ട് ചെയ്യുക. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്. Put them into a bowl. അതൊരു ബൗളിലേക്ക് ഇടുക. Put them into a bowl. Mix the fruits. Fruits മിക്സ് ചെയ്യുക. The fruit salad is ready. Fruit salad ready ആയി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയത്? എങ്ങനെയാ? Take some fruits and wash them. Cut them into small pieces. Put them into a bowl. Mix the fruits. The fruit salad is ready. Okay? മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ അത് ഉണ്ടാക്കാം കേട്ടോ. എന്ത് റെസിപ്പിയാണോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റെസിപ്പിയാണോ ഇഷ്ടം അത് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു ഐഡിയ ടീച്ചർ പറഞ്ഞു തന്നേ ഉള്ളൂ. ക്ലാസിഫൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാട്ടർ ആനിമൽസ്. ഇതുപോലെ കുറച്ച് ഐറ്റംസ് തന്നിരുന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, വാട്ടർ ആനിമൽസ് ഉണ്ട്. അതുപോലെ എന്ത് തന്നാലും എന്ത് ചെയ്യുക? അതിനെ ക്ലാസിഫൈ ചെയ്യുക, തരം തിരിക്കുക. എങ്ങനെ തരം തിരിക്കാം? ഒരു ബോക്സിൽ ആദ്യം ഫ്രൂട്ട്സിനെ മാറ്റി എഴുതുക. ഫ്രൂട്ട്സ്, ആപ്പിൾ, പപ്പായ. ആപ്പിളും പപ്പായയും ഫ്രൂട്ട് അല്ലേ? യെസ്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോക്സിനുള്ളിൽ അത് മാറ്റി. ആപ്പിൾ, പപ്പായ. ഇനി എന്തുണ്ട്? വെജിറ്റബിൾസ് ഉണ്ട്. അത് നമ്മൾ മറ്റൊരു ബോക്സിലേക്ക് മാറ്റുക. വെജിറ്റബിൾസ്, ക്യാരറ്റ്,
ക്യാബേജ്. ക്യാരറ്റ്, ക്യാബേജ് വെജിറ്റബിൾസ് ആണ്. ഇനി ക്രാബ് ഉണ്ട്, വെയിൽ ഉണ്ട്. അതെന്താ? വാട്ടർ അനിമൽസ് ആണ്. വാട്ടർ അനിമൽസ്. അപ്പോൾ എന്ത് ചെയ്യാം? വാട്ടർ അനിമൽസ് എന്ന് പ്രത്യേകിച്ച് നമ്മളൊരു ബോക്സിനുള്ളിലാക്കിയിട്ട് ക്രാബ്, വെയിൽ. അപ്പോൾ ഇത് ഓരോന്നിനെയും അതിൽ നിന്ന് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചെഴുതുക. ഫ്രൂട്ട്സിനെ തരം തിരിച്ചു, വെജിറ്റബിൾസിനെ തരം തിരിച്ചു, വാട്ടർ അനിമൽസിനെ തരം തിരിച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ക്ലാസിഫൈ ചെയ്തേ. സ്പൂൺ, ബനാന, ഷുഗർ, നൈഫ്, കേക്ക്, ചില്ലി പൗഡർ. ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യും? നിങ്ങൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. സ്പൂൺ, ബനാന, ഷുഗർ, നൈഫ്, കേക്ക്, ചില്ലി പൗഡർ. ഇത് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം? എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, ടീച്ചർ പറഞ്ഞു തരാം. ഇതിൽ സ്പൂൺ ഉണ്ട്. സ്പൂൺ നമ്മൾ എന്താ? കിച്ചണിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലേ? അപ്പോൾ കിച്ചൺ യൂട്ടൻസിൽസ്. കിച്ചൺ യൂട്ടൻസിൽസ് ഏതൊക്കെയാ? സ്പൂൺ, നൈഫ്. സ്പൂണും കത്തിയൊക്കെ നമ്മൾ എന്താ? കിച്ചൺ യൂട്ടൻസിൽസ്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. കിച്ചൺ യൂട്ടൻസിൽസ് ആണ് സ്പൂണും നൈഫും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫുഡ് ഐറ്റം. നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്ന ഫുഡ് ഐറ്റം എന്തൊക്കെയാ? ബനാന നമുക്ക് ഡയറക്റ്റ് കഴിക്കാം. കേക്ക് നമുക്ക് ഡയറക്റ്റ് കഴിക്കാം അല്ലേ? കേക്ക് നമ്മൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലേ? കേക്ക് എന്നാലേ കേക്ക് ആകത്തുള്ളൂ. അപ്പോൾ കേക്ക് നമുക്ക് കഴിക്കാൻ കഴിയും. ബനാനയോ? ബനാന നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ആണ് ബനാനയും കേക്കും. ഇനി ചില്ലി പൗഡർ, ഷുഗർ ഇതൊക്കെയാണെങ്കിലോ നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ? ഫുഡ് ഇൻഗ്രീഡിയൻസ്. അതിനെന്താ പറയുക? ഫുഡ് ഇൻഗ്രീഡിയൻസ്. ഷുഗർ ഫുഡ് നമ്മൾ ചായയിലും കേക്കിലും ഒക്കെ ഇടാറില്ലേ? ചില്ലി പൗഡർ നമ്മൾ എന്താ വീട്ടിൽ കറികളൊക്കെ വെക്കുമ്പോൾ അതിലിടാറില്ലേ? യെസ്. അപ്പോൾ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഷുഗർ, ചില്ലി പൗഡർ ഇതുപോലുള്ളവ. ഓക്കെ. അപ്പോൾ കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ക്ലാസിഫൈ ചെയ്തത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് എഴുതുക. ഡയറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഡയറി ഡേറ്റ് എഴുതുക, അറിയാലോ? യെസ്. അതുപോലെ എന്താ? നോട്ടീസ് എഴുതാൻ പറഞ്ഞാൽ അറിയാലോ, ഒരു സ്ക്വയർ വരയ്ക്കുക, നോട്ടീസ് എഴുതുക. എന്തിനെ കുറിച്ചാണ് നോട്ടീസ് എഴുതുക? അതൊക്കെ പഠിച്ചുവല്ലോ. യെസ്. ഓക്കെ. ഇപ്പോൾ ലെറ്റർ എഴുതാൻ അറിയാലോ. ലെറ്റർ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാൻ ബർത്ത്ഡേക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ ഇൻവൈറ്റ് ചെയ്ത് ഒരു ലെറ്റർ എഴുതുക. പഠിച്ചോ? യെസ്. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.